നമസ്കാരം എല്ലാവർക്കും ശ്രീ വെങ്കടേശ്വര ആസ്ട്രോ ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഈ ചാനലിൽ ചർച്ച ചെയ്യുന്നത് ശനി മാറ്റങ്ങളെ കന്നിക്കൂറുകാരെ കുറിച്ചാണ്. കന്നിക്കൂറ് എന്ന് പറയുന്നത് ഉത്തരത്തിൻ്റെ മുക്കാൽ ഭാഗവും അത്തവും ചിത്രയുടെ ആദ്യ 30 നാഴികയും ചേരുന്ന നക്ഷത്രങ്ങളാണ് ഈ രാശിയിലുണ്ടാവുക. പൊതുവെ ഇവർക്ക് ശനി ഇപ്പോൾ 6ാം ഭാവത്തിൽ നിൽക്കുകയാണ്. ഈ 6ൽ നിന്നും ചാരവശാൽ 7ാം ഭാവത്തിലേക്ക് വരുന്നു. കണ്ടകശനി കാലഘട്ടം എന്ന് പറയാം. കണ്ടകശനിയുടെ ആരംഭ കാലഘട്ടമാണ്. ഈ ഒരു 2.5 വർഷ കാലഘട്ടം മോശമായ സമയമായി കണക്കാക്കാം. ആയുസ്, മരണഭീതി, വീഴ്ചകൾ, ദുഃഖങ്ങൾ വരിക, അപവാദങ്ങൾ കേൾക്കുക, ദാരിദ്ര്യം വരിക, അന്യരുമായി വഴക്കുണ്ടാക്കുക, അന്യരുമായിട്ടുള്ള നീച സൗഹൃദം ഉണ്ടാക്കിയെടുക്കുക, നമ്മുടെ മനോധൈര്യമെല്ലാം നഷ്ടപ്പെടുക, കടൻ പ്രശ്നങ്ങൾ വരിക, കൃഷി ചെയ്യുന്നവർക്ക് കൃഷി നഷ്ടങ്ങൾ വരിക, കാരാഗ്രഹം, വാക്കുതർക്കങ്ങൾ മൂലമോ ജയിൽവാസമൊക്കെ അനുഭവിക്കേണ്ടതായിട്ടാണ് ശരിക്കും പൊതുവെ കണ്ടകശനിയുടെ ഒരു ഫലം എന്ന് പറയുന്നത്. പൊതുവെ നോക്കുകയാണെങ്കിൽ തന്നെ സമയം കുറച്ച് മോശമായിട്ട് തന്നെയാണ് നമുക്കതിൽ എടുത്തു പറയേണ്ടതായ മറ്റൊരു കാര്യം കൂടെ. ഇപ്പോൾ പൊതുവെ നമുക്ക് പറയുകയാണെങ്കിൽ തന്നെ ഈ കണ്ടകശനി എന്ന് പറയുമ്പോൾ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ പൊതുവെ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാലഘട്ടമാണ്. അതേപോലെ തന്നെ 7ൽ നിൽക്കുക എന്ന് പറയുമ്പോൾ വിവാഹ ദാമ്പത്യത്തിലൊക്കെയാണ് അധികം പ്രശ്നങ്ങൾ വരിക. ഭാര്യാഭർത്താക്കന്മാർ പിരിഞ്ഞ് താമസിക്കേണ്ടതായ കലഹങ്ങൾ മൂലം പിരിയുകയും അതേപോലെ തന്നെ വിവാഹമോചനം വരെ വരാനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് പറയുന്നു. രാഹു കേതുവിൻ്റെ ഒരു കേന്ദ്രസ്ഥനായിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്കൊരു ബന്ധനാവസ്ഥകൾ എന്നൊക്കെ പറയാം. സർവ്വകാര്യങ്ങൾക്കും തടസ്സങ്ങൾ വരിക, നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും നടത്താൻ പറ്റാതെ വരിക, അങ്ങനെയുള്ളതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് എന്ന് പറയുന്നു. 9ൽ വ്യാഴം നിൽക്കുന്നൊരു കാലഘട്ടമാണ്. അതുകൊണ്ട് പൊതുവേ നല്ല സമയം എന്ന് പറഞ്ഞാൽ ആ ദോഷത്തിൻ്റെ കാഠിന്യം കുറയ്ക്കുവാനും സാധിക്കും. അപ്പോൾ പൊതുവേ ഈ കണ്ടകശനി കാലഘട്ടമായതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കണം. സന്താനങ്ങൾക്കാണെങ്കിലോ അല്ലെങ്കിൽ കുട്ടികൾക്കാണ് ഇങ്ങനത്തെ ഈ ഒരു രാശി വരുന്നതെങ്കിൽ അവർക്ക് വാഹനങ്ങളിൽ നിന്ന് വീഴുവാനോ അല്ലെങ്കിൽ സ്റ്റെപ്പിൽ നിന്നോ അല്ലെങ്കിൽ പതന ഭയം എന്ന് പറയും, വീഴ്ചകൾ ഉണ്ടാവാനും കയ്യോ കാലിനോ അല്ലെങ്കിൽ എല്ലുകൾ പൊട്ടുവാനോ ഞരമ്പ് സംബന്ധമായ അസുഖങ്ങൾ വരുവാനൊക്കെ സാധ്യതകൾ കാണുന്നുണ്ട്. കാലിനാണ് അധികം കാണിക്കാം. ശനി എന്ന് പറഞ്ഞാൽ തന്നെ ശനി വന്ന പങ്കുകാലം എന്നാണ് പറയുക. അപ്പോൾ ശനിക്ക് പൊതുവെ പറയുന്നത് ഈ കാലിന് സംബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് എന്ന് തന്നെ എടുത്ത് പറയാവുന്നതാണ്. അതേപോലെ തന്നെ വാഹനത്തിൽ നിന്നൊക്കെ ഉയരങ്ങളിൽ നിന്നൊക്കെ വീഴുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അപ്പോൾ വീഴാതിരിക്കാൻ ശ്രദ്ധിക്കാം. അതേപോലെ സ്ഥാനമാനങ്ങളൊക്കെ നഷ്ടപ്പെടുക, നമുക്കുണ്ടാകുന്ന കുടുംബത്തിലുണ്ടാകുന്ന പേരും പ്രശസ്തിയോ അല്ലെങ്കിൽ സ്ഥാനമാനങ്ങളൊക്കെ നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടമാണ് എന്ന് പറയുന്നു. ഈ ഒരു കാലഘട്ടങ്ങളിലാണ് വേണ്ടാത്ത ദുർചിന്തകൾ വരിക എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഇപ്പോൾ നമുക്ക് അന്യ സ്ത്രീകളുമായോ അല്ലെങ്കിൽ അന്യ പുരുഷനുമായിട്ടോ ബന്ധങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളും അത് കൂടുതലായിട്ട് അടുക്കുകയും അതിലൂടെ അപവാദങ്ങൾ കേൾക്കുകയും ആ അപവാദം മൂലം നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ വന്നു ചേരുന്ന ഒരു കാലഘട്ടമായിരിക്കും. ആ ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ് പറയാം. ഭാര്യാഭർത്താക്കന്മാർക്ക് കുടുംബങ്ങളെല്ലാം നഷ്ടപ്പെടുന്ന ഒരു സമയം കൂടി ആയിരിക്കും എന്ന് വേണമെങ്കിൽ പറയാം. അതേപോലെ തന്നെ ഭാര്യാഭർത്താക്കന്മാരെ കൂടുതലായിട്ട് ശ്രദ്ധിക്കണം. വിവാഹം കഴിഞ്ഞവരെ രോഗമോ അല്ലെങ്കിൽ ദുഃഖങ്ങൾ കൊണ്ട് മരണമോ പിരിഞ്ഞു താമസിക്കേണ്ടതായ യോഗങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് എന്ന് പറയുന്നു. അതേപോലെ തന്നെ ജനനേന്ദ്രിയങ്ങളിൽ രോഗങ്ങൾ വരുവാനും ഉള്ള സാധ്യതകൾ കാണുന്നുണ്ട്. സ്ത്രീകൾക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക. തീപ്പൊള്ളലോ ആപത്ത് പോലുള്ള കാര്യങ്ങളും വിവാഹ തടസ്സങ്ങൾ വരുവാനുള്ള സാധ്യതകളും വിവാഹം നിശ്ചയം കഴിഞ്ഞതോ അല്ലെങ്കിൽ വിവാഹത്തിന് ശേഷം പല പ്രശ്നങ്ങളും വരും, കലഹങ്ങൾ മൂലമൊക്കെ പല പ്രശ്നങ്ങളും വരാനുള്ള സാധ്യതകളും തെറ്റിദ്ധാരണ മൂലം ചില പ്രശ്നങ്ങളെല്ലാം കുടുംബത്തിൽ വരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ കൂടുതലായിട്ട് കാണുന്നുണ്ട്. വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നത് വളരെ നന്നായിരിക്കും എന്നാണ് പറയാം. അതിൽ നിന്നും പ്രാരാബ്ധങ്ങളിൽ നിന്നും മുക്തി നേടാനുള്ള സാധ്യതകൾ കൂടി കാണുന്നുണ്ട്. പൊതുവെ പറയുകയാണെങ്കിൽ തന്നെ പുതിയൊരു തൊഴിൽ ചെയ്യാൻ പാടില്ല. അതേപോലെ തന്നെ അറിയാത്ത ആളുകളുമായിട്ടുള്ള ബിസിനസ്സും നിർത്തേണ്ടതായിട്ട്